സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക, ജനവിരുദ്ധ കേന്ദ്ര നയങ്ങൾ തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO യൂണിയൻ ജീവനക്കാർ വടകര മിനി സിവിൽ സ്റ്റേഷനിൽ ധർണ നടത്തി. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം P. ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് പോലും നിലവിലുണ്ടായിരുന്ന രാജ്യത്തെ 29ഓളം വരുന്ന തൊഴിൽ നിയമങ്ങൾ, ആ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതായിരിക്കുന്നു. പകരം 4 ലേബർ കോഡുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ 4 ലേബർ കോഡുകളെയാണ് രാജ്യത്തെ തൊഴിലാളിയുടെ, എൻ്റെയും നിങ്ങളുടെയും, ഇനി കേരളത്തിൻ്റെ സിവിൽ സർവീസിലേക്ക് ഉൾപ്പെടെ കടന്നു വരാനിരിക്കുന്ന ഒട്ടേറെ ചെറുപ്പക്കാരുടെ തൊഴിലിൻ്റെ, അവരുടെ വേതനത്തിൻ്റെ, അവരുടെ തൊഴിൽ സംരക്ഷണത്തിൻ്റെ മരണപത്രമായി ഞാൻ വ്യാഖ്യാനിച്ചത്. അതിന് കാരണമുണ്ട്. എന്താ കാരണം? തൊഴിലാളി ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് പോലും അവൻ അനുഭവിച്ചു പോരുന്ന തൊഴിൽ സംരക്ഷണം, അവൻ്റെ കൂലി സംരക്ഷണം, അവൻ്റെ ന്യായമായ തൊഴിലിന് ന്യായമായ കൂലി ചോദിക്കാനുള്ള അവകാശത്തിൻ്റെ സംരക്ഷണം, ഇതൊക്കെ നിലനിർത്തിയിരുന്ന, ഇതിനൊക്കെ സംരക്ഷണം കൊടുത്തിരുന്നതാണ് ഈ 29 തൊഴിൽ നിയമങ്ങൾ എന്ന് പറയുന്നത്. ആ 29 തൊഴിൽ നിയമങ്ങളെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സംരക്ഷണമൊക്കെ ഇല്ലാതായി തീരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ സംരക്ഷണങ്ങൾ വന്നത്? നിങ്ങൾ നോക്കൂ, രാജ്യത്തിൻ്റെ പുരോഗതി, ഏത് രാജ്യത്തിൻ്റെ ആകട്ടെ, ലോകത്താകെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ലോകത്തിൻ്റെ വികസനം, അതിൻ്റെ മുന്നോട്ട് പോക്ക് സാധ്യമായത് ആരുടെ അധ്വാനം കൊണ്ടാണ്? തൊഴിലാളിയുടെ അധ്വാനം കൊണ്ടാണ്. നമ്മൾ ഇന്ന് ചുറ്റും കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും അതിൻ്റെ നേർ സൃഷ്ടാവ് എന്ന് പറയുന്നത് രാജ്യത്തെ തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ നിലനിൽപ്പ് വളരെ പരമപ്രധാനമാണ് എന്നുള്ളത് കൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ പോലും ഈ തൊഴിൽ നിയമങ്ങളെ സംരക്ഷിച്ചു വന്നത്. ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇന്ന് പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇന്ന് നമ്മുടെ ഓഫീസുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് T. അനിൽകുമാർ, ഏരിയ വൈസ് പ്രസിഡന്റ് TV ജസീന, VP രാജീവൻ എന്നിവർ സംസാരിച്ചു. വടകര മുനിസിപ്പൽ ഓഫീസിന് സമീപത്തു നിന്ന് ആരംഭിച്ച പ്രകടനം മിനി സ്റ്റേഷനിൽ സമാപിച്ചു.